നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് എന്താണെന്ന് നോക്കാം. ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് എടുക്കുന്നത്? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹോം ടാബിൽ ഫോണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഫോണ്ട് ഗ്രൂപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+F ആണ്. അപ്പോൾ നമ്മൾ Ctrl+Shift+F കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് കിട്ടും. അപ്പോൾ ഷോർട്ട് കട്ട് കീ പഠിച്ച് വെക്കുക. ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+F ആണ് ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് നമ്പർ ഉണ്ട്, അലൈൻമെൻ്റ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, ബോർഡർ ഉണ്ട്, ഫില്ലുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ 5 ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. ഏതൊക്കെയാണ്? നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫില്ല്, പ്രൊട്ടക്ഷൻ. 6 ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ ആൻഡ് പ്രൊട്ടക്ഷൻ. നമുക്ക് ആദ്യത്തെ ഓപ്ഷനായ നമ്പർ എടുത്തു നോക്കാം. നമ്പറിൽ ഏതൊക്കെയാണ് വരുന്നത്? കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെയാണ്? ജനറൽ ഉണ്ട്. നമ്പറിൽ എടുക്കുമ്പോൾ നമുക്ക് ജനറൽ, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക്, ടെക്സ്റ്റ്, സ്പെഷ്യൽ, കസ്റ്റം. ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ നമ്പറിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറൽ ഇതെന്ന് വെച്ചാൽ ജനറൽ ഫോർമാറ്റിലുള്ളത്. അടുത്ത നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഏത് കൊടുക്കാം? നമുക്കിവിടെ ഡെസിമൽ പ്ലേസ് ചൂസ് ചെയ്യാം. എത്ര ഡെസിമൽ പ്ലേസ് വേണം നമ്മൾ കൊടുക്കുന്ന നമ്പറിന്. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഏത് ഫോർമാറ്റിൽ വരണം എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു നമ്പർ കൊടുത്ത് കാണിക്കാം. നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെല്ലിനകത്ത് ഞാൻ -87 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ സെല്ലിൽ നെഗറ്റീവ് നമ്പറാണുള്ളത്. അപ്പോൾ നമ്മൾ ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് എടുത്തു, നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അതിനുശേഷം അതിനകത്തെ നമ്പർ സെലക്ട് ചെയ്തു. ഇപ്പം നെഗറ്റീവ് നമ്പർ ആണല്ലോ. ഇപ്പം നമുക്ക് ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ 3 ആക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ ഇവിടെ വരും ഫോർമാറ്റ് ഏതാണെന്നുള്ളത്. ഇതിൽ ഏത് ഫോർമാറ്റ് വേണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ സെലക്ട് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറും. ഇതാണ് നമ്പർ ഫോർമാറ്റ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫോർമാറ്റ് സെൽസിൽ വരുന്ന അടുത്ത നമ്പറിനകത്ത് വരുന്നത് കറൻസിയാണ്. കറൻസി എന്ന് പറഞ്ഞാൽ കറൻസി സിമ്പിളിൽ വരും. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് കറൻസി സിമ്പിളിലായിരിക്കും വരുന്നത്. അപ്പോൾ കറൻസി സിമ്പിൾ വരാൻ ഇപ്പം ഞാൻ ഇവിടെ ഒരു ഡേറ്റ കൊടുത്തു, 87 എന്ന് കൊടുത്തു. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെല്ലിൽ നമ്പർ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തിട്ട് കറൻസി കൊടുക്കുക. കറൻസി കൊടുത്തു കഴിയുമ്പോൾ ഏത് ഓപ്ഷൻ വേണം, ഏത് രീതിയിൽ നമ്മുടെ കറൻസി വരണമെന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു കറൻസി സിമ്പിളിൽ അത് വരും. അപ്പം ഇങ്ങനെ ഇതാണ് നമ്പർ ഇതിനകത്ത് വരുന്നത്. നമ്പർ എന്ന് പറയുന്ന ഇതിനകത്തുള്ളത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഏതുണ്ട്? അക്കൗണ്ടിങ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ഡേറ്റ് ഫോർമാറ്റ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഡേറ്റ് വരണം എന്നുള്ളത് ഈ ഇത്രയും ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 14/3/01 ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. 14 മാർച്ച് 2001 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ 2001 മാർച്ച് 14, 2001 3/14 ഈ ഒരു ഫോർമാറ്റിൽ ഇതിൽ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് എന്ത് കൊടുക്കാം? ഡേറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ടൈം കൊടുക്കാം. ടൈം ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റിൽ വരും. പെർസെൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രാക്ഷൻ ഉണ്ട്. ഫ്രാക്ഷനും ഏത് രീതിയിൽ വേണം? 1/4, 21/25 ഇങ്ങനെ അപ് ടു 2 ഡിജിറ്റ്, 3 ഡിജിറ്റ് ഏത് രീതിയിലാണ് ഫ്രാക്ഷൻ വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ള ഓപ്ഷൻസ് സയൻറ്റിഫിക് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ ഉണ്ട്, കസ്റ്റം ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്പറിനകത്ത് വരുന്നത് ഫോർമാറ്റ് സെല്ലിൽ. പിന്നെ രണ്ടാമത്തെ ഫോർമാറ്റ് സെല്ലിൽ വരുന്നത് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റിൽ വരുന്നത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഹൊറിസോണ്ടലിൽ ഏതൊക്കെ ഓപ്ഷനാണ്? ലെഫ്റ്റ് ഇൻഡൻ്റ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഫില്ലുണ്ട്, ജസ്റ്റിഫൈ ഉണ്ട്, സെൻറ്റർ എക്രോസ് സെലക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ഇത്രയും ഓപ്ഷനാണ് ഹൊറിസോണ്ടലിൽ വരുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കലിലാണെന്നുണ്ടെങ്കിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടോപ്പ്, സെൻറ്റർ, ബോട്ടം, ജസ്റ്റിഫൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതുപോലെ തന്നെ
ഇൻഡൻറ്റേഷൻ നമുക്കിവിടെ കൊടുക്കാം, എത്ര ഇൻഡൻറ്റ് മാറി വരണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഓറിയൻറ്റേഷൻ ഉണ്ട്, ടെക്സ്റ്റ് ഓറിയൻറ്റേഷൻ, അതായത് എങ്ങനെ അത് ഓറിയൻറ്റ് ചെയ്യണം. അപ്പം വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എത്ര ഡിഗ്രി വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ എത്ര ഡിഗ്രി, ഇപ്പം ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ഡിഗ്രി ചരിഞ്ഞ് വരണം ടെക്സ്റ്റ് വേണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ ഫോർമാറ്റ് സെൽ എടുക്കുക. ഫോർമാറ്റ് സെൽ എടുത്തിട്ട് ഫോർമാറ്റ് സെല്ല് ഡയലോഗ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് അലൈൻമെൻറ്റിനകത്ത് ടെക്സ്റ്റ് നമ്മൾ എത്ര ഡിഗ്രി വേണമെന്നുള്ളത് കൊടുക്കുക. അത് ഇവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് വരുന്നത്. ഇപ്പം ഈ ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഈ സെല്ലിന് പുറത്താണ്. അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനകത്ത് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് ചെയ്യാം. റാപ്പ് ടെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലൈൻമെൻറ്റിൽ തന്നെ താഴോട്ട് നോക്കിയേ റാപ്പ് ടെക്സ്റ്റ് ഉണ്ട്, ഷ്രിങ്ക് ടു ഫിറ്റ് ഉണ്ട്, മെർജ് സെല്ലുണ്ട്. അപ്പോൾ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിനകത്ത് തന്നെ ആ ഒരു സെല്ലിനകത്ത് അത് ഒക്കുപ്പൈ ചെയ്യും. ഷ്രിങ്ക് ടു ഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് അത് വരത്തക്ക രീതിയിൽ കൊടുക്കും. നമുക്കിപ്പോൾ ഷ്രിങ്ക് ടു ഫിറ്റ് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ആ ഒരു സെല്ലിനകത്ത് അതിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് അതിനകത്താക്കും. ഇനി റാപ്പ് ടെക്സ്റ്റ് ഫീച്ചർ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഫോർമാറ്റ് സെൽസ് എടുക്കുക, അലൈൻമെൻറ്റ് എടുക്കുക, റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിപ്പോൾ നമ്മൾ ഡിഗ്രി കൊടുത്തേക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്റ്റിനകത്ത് എങ്ങനെ വരുമെന്ന് നോക്കാം. റാപ്പ് ടെക്സ്റ്റ്, അലൈൻമെൻറ്റ് എടുക്കുക, റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റിനകത്ത് എന്ത് ചെയ്യും, 2 ലൈൻസ് ആയിട്ട് താഴെയായിട്ട് ആ ടെക്സ്റ്റിന് അതിൻ്റെ വിഡ്ത്തിന് അഡ്ജസ്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യും, ടെക്സ്റ്റിനെ റാപ്പ് ചെയ്യും. അതാണ് റാപ്പ് ടെക്സ്റ്റ് ഫീച്ചർ. ഷ്രിങ്ക് ടു ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, അതിനകത്ത് ഫിറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിനെ ഷ്രിങ്ക് ചെയ്യും. അതാണ് ഷ്രിങ്ക് ടു ഫിറ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഷ്രിങ്ക് ടു ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും, അലൈൻമെൻറ്റ് എടുക്കുക, ഷ്രിങ്ക് ടു ഫിറ്റ് കൊടുക്കുക. ഫിറ്റ് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഷ്രിങ്ക് ആകും. അപ്പോൾ ഇതാണ്. ഇനി ഫോർമാറ്റ് സെല്ലിനകത്ത് വരുന്ന അലൈൻമെൻറ്റിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മെർജ് സെൽസ് ഉണ്ട്. മെർജ് സെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, അതിലധികമോ സെല്ലുകളെ ഒറ്റ സെല്ലാക്കി മാറ്റാനാണ് മെർജ് സെല്ല് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ഏതൊക്കെയുണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ഉണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഫോണ്ട് ആണ്. ഫോണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ്. ഫോണ്ട് ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈലുണ്ട്, റെഗുലർ, ഇറ്റാലിക്, ബോൾഡ് ഇറ്റാലിക്, ഇത്രയും ഫോണ്ട് സ്റ്റൈലാണ്. പിന്നെ ഉള്ളത് സൈസ് ഓപ്ഷനാണ്. അതിനുശേഷം അണ്ടർലൈൻ വേണമെങ്കിൽ കൊടുക്കുക, കളർ കൊടുക്കുക. അതിനുശേഷം വരുന്ന ഏതൊക്കെയാണ്, എഫക്റ്റ്, ഫോണ്ട് എഫക്റ്റ്. ഇത് ചോദിക്കും. ഫോണ്ട് സ്റ്റൈല് വരുന്ന ഏതൊക്കെയാണ്, റെഗുലർ, ഇറ്റാലിക്, ബോൾഡ് ഇറ്റാലിക്, ഇത്രയും ഫോണ്ട് സ്റ്റൈലും. അതുപോലെ തന്നെ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഇത്രയെന്ന് പറയുന്നത് ഫോണ്ട് എഫക്റ്റുമാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണ്ട് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിട്ടും ഫോണ്ട് ഗ്രൂപ്പിലാണല്ലോ എന്ന് ഓർക്കും. പക്ഷേ ഫോണ്ട് സ്റ്റൈലാണോ ഫോണ്ട് എഫക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നോക്കിയാൽ ഫോണ്ട് എഫക്റ്റിലാണ് സ്ട്രൈക്ക് ത്രൂ, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് വരുന്നത്. ഫോണ്ട് സ്റ്റൈലിൽ വരുന്നത് റെഗുലർ, ഇറ്റാലിക്, ബോൾഡ് ഇറ്റാലിക്, ഇത്രയും ഓപ്ഷൻസ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബോർഡർ ആണ്. ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലിന് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് സെല്ലിനൊക്കെ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിന് ബോർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെൽ എടുക്കുക, അതിനകത്ത് ബോർഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലൈൻസ് ഉണ്ട്. ഇത് സ്റ്റൈലിലുള്ള ലൈൻ വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ടോപ്പ് ബോർഡറിൽ വേണോ, എവിടെയൊക്കെ വേണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബോട്ടം, അതുപോലെ തന്നെ ലെഫ്റ്റ്, റൈറ്റ്, ഇപ്പം 4 സൈഡും കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു സെല്ല് ആ ഒരു ബോർഡറിൽ വരും. ഇതാണ് ബോർഡർ. അപ്പോൾ സെല്ലിന്, ടേബിളിനോ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെല്ലിനോ ഒക്കെ നമുക്ക് എന്ത് കൊടുക്കാം, ബോർഡർ കൊടുക്കാം. ഇനി ഫോർമാറ്റ് സെല്ലിൽ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫില്ലാണ്. ഫില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. സെല്ലിന് നമുക്ക് എന്ത് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അപ്പോൾ ഫില്ല് ക്ലിക്ക് ചെയ്യുക. ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ സെലക്ട് ചെയ്യുക.
അതുപോലെ തന്നെ ഇവിടെ പാറ്റേൺ സ്റ്റൈലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് പാറ്റേൺ വേണം, ഏത് സ്റ്റൈൽ വേണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ രീതിയിലായിരിക്കും നമ്മുടെ സെല്ല് സെലക്ട് ആകുന്നത്, സെല്ല് ഫില്ലാകുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്നത് പ്രൊട്ടക്ഷനാണ്. ഡോക്യുമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ ലോക്ക്ഡും ഉണ്ട്, ഹിഡനും ഉണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് സെല്ല് ഡയലോഗ് ബോക്സിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്പർ ഉണ്ട്, അലൈൻമെൻ്റ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, ബോർഡർ ഉണ്ട്, ഫില്ലുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫോർമാറ്റ് സെല്ല് എടുക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+F ആണ് ഫോർമാറ്റ് സെല്ലിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇതിനകത്ത് വരുന്ന നമ്പറിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ജനറലുണ്ട്, കറൻസി നമ്പറുണ്ട്, കറൻസി ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക്, ടെക്സ്റ്റ്, സ്പെഷ്യൽ, കസ്റ്റം. ഇത്രയുമാണ് അതിനകത്ത് നമ്പറിനകത്ത് വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്